പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പഠിച്ചിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ല. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റാണ്. മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷേ അതിൻ്റെ ആദ്യമുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പറയാൻ പോകുന്നുണ്ട്. മോൾ കോൺസെപ്റ്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാം മോള്, ഗ്രാം മോളിക്കുലർ മാസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ഇല്ലെന്ന് പറയുന്നുണ്ട് ആരാണ്ടൊക്കെയാണ്. നോക്കാം. അപ്പോൾ ആദ്യത്തെ 3 ലോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 3 ലോസ്, അതായത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, ഇങ്ങനെ 3 ലോസ് ഓർമ്മയുണ്ടല്ലോ. ബോയിൽസ് ലോ എന്താണ്, ചാൾസ് ലോ എന്താണ്, അവഗാഡ്രോസ് ലോ എന്താണ്, അങ്ങനെ 3 ലോസ്. അതായത് വോളിയവുമായി ബന്ധപ്പെട്ടുള്ള 3 ലോസാണ്. അവഗാഡ്രോ ലോ ആകുമ്പോൾ വോളിയം പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന ലോ. മറ്റേത് വോളിയം പ്രൊപ്പോർഷണൽ ടു പ്രഷർ, വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഈ 3 ലോസും ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത്. മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മോൾ സങ്കല്പനം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, അവഗാഡ്രോ ലോയിൽ പറഞ്ഞ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്, ഇതൊക്കെ എങ്ങനെ എണ്ണാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എങ്ങനെ എണ്ണാൻ പറ്റും? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എണ്ണാൻ പറ്റും എന്ന് ഓർമ്മയുണ്ടോ? എണ്ണാൻ പറ്റും, നിങ്ങൾക്ക് അറിയാമോ എങ്ങനെ എണ്ണാൻ പറ്റും? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ കുറച്ച് എന്ത് തരിക, കുറച്ച് മിഠായി എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരുക. അപ്പോൾ നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? മിഠായി എണ്ണാൻ പറ്റും. ഒരു 10 തരും. അപ്പോൾ 10 തരുമ്പോൾ 10 നമുക്ക് എണ്ണാൻ പറ്റത്തില്ലേ? പറ്റും. എന്നാൽ കുറേ പഞ്ചസാര എടുത്ത് തരുക. പഞ്ചസാര എടുത്ത് തരുമ്പോൾ നമുക്ക് പഞ്ചസാര എണ്ണാൻ പറ്റുമോ? അതായത് ഒരു ബാസ്ക്കറ്റിനകത്ത് കുറച്ച് മിഠായി തരുമോ? കുറച്ച് മിഠായി തന്നാൽ നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റും. കുറേ ചോക്ലേറ്റ് തന്നാൽ എണ്ണാനായിട്ട് പറ്റും. എന്നാൽ കുറേ ഒരു 500 ഗ്രാം പഞ്ചസാര എടുത്ത് തരിക നോക്കുക. 500 ഗ്രാം പഞ്ചസാര നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. 500 ഗ്രാം പഞ്ചസാര നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? നമുക്കൊരു പാത്രത്തിൽ കുറേ പഞ്ചസാരയാണ്, 500 ഗ്രാം പഞ്ചസാര എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അത് ഭയങ്കര പാടാണ്. എണ്ണിയെടുക്കാൻ പറ്റും, പക്ഷേ ഭയങ്കര പാടാണ് ആ ഒരു പഞ്ചസാര എണ്ണിയെടുക്കണമെന്ന് പറയാം. അപ്പോൾ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ വേറൊരു സാധനം തരിക. അതായത് ഒരു ചാക്കിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു 10 ലക്ഷം രൂപ തരിക. 10 ലക്ഷം, അതായത് 10 lakh rupees തരിക. 10 ലക്ഷം രൂപ തരിക. ഈ 10 ലക്ഷം രൂപ നമുക്ക് എണ്ണാൻ പറ്റും. അതായത് അതിനകത്ത് 10 ലക്ഷം രൂപയുടെ നാണയമാണ്. 10 ലക്ഷം രൂപയുടെ നാണയം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? 50 പൈസ കാണും, 1 രൂപ കാണും, 2 രൂപ കാണും. ഇതെല്ലാം കൂടി 10 ലക്ഷം രൂപ നമുക്ക് എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റും. പക്ഷെ അത് ഒത്തിരി സമയമെടുക്കും, ഭയങ്കര പ്രയാസമാണ് അത് എണ്ണിയെടുക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ഈ 10 ലക്ഷം രൂപ എണ്ണിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്നാൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് പകരം നമ്മൾ ഒരു 50 കിലോഗ്രാം തന്നു നോക്കുക. ഈ 10 ലക്ഷം രൂപയ്ക്ക് പകരം 50 കിലോഗ്രാം നാണയം തന്നു നോക്കുക. 50 കിലോഗ്രാം നാണയം തന്നു നോക്കുക. ഈ 50 കിലോഗ്രാം നാണയത്തിനകത്ത് എല്ലാ നാണയങ്ങളും ഒരുപോലെയാണ്. ആ ചാക്കിനകത്തിരിക്കുന്ന എല്ലാ നാണയങ്ങളും എങ്ങനെയാണ്? ഒരേപോലെയാണ്. എല്ലാ നാണയങ്ങളും ഒരേപോലെയാണ്. അതിൽ ഒരു നാണയം എന്ന് പറയുന്നത് 5 ഗ്രാമാണെന്ന് വെക്കുക. ഒരു നാണയം 5 ഗ്രാമാണ്. അതിൻ്റെ ഒരു നാണയം എത്ര ഗ്രാമാണ്? 5 ഗ്രാമാണെന്ന് വെക്കുക. എത്ര ഗ്രാമാണ്? 5 ഗ്രാമാണ്. അപ്പോൾ ഈ 50 കിലോഗ്രാം നാണയം ഇരിക്കുന്ന ഒരു ചാക്ക്, അതിനകത്ത് ഒരു നാണയം 5 ഗ്രാമാണ്. ഈ 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണെന്ന് അറിയോ? 50 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 50,000 ഗ്രാമാണ്. 50 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 50,000 ഗ്രാമാണ്. 50 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 50,000 ഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര നാണയം ഉണ്ട്? അല്ല, ഒരു നാണയം എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. അപ്പോൾ അതിൽ എത്ര നാണയം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 50,000 / 5. അപ്പോൾ എത്ര? 10,000.
50,000/5 10,000. അപ്പോൾ മൊത്തം എത്ര നാണയമുണ്ട്? 10,000. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ഇതും കിട്ടി, അതിനകത്ത് ഒരെണ്ണം എത്രയാണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആ മാസിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തി? നമ്പറിലേക്ക് എത്തി. മാസിൽ നിന്ന് എവിടേക്ക് എത്തി? നമ്പറിലേക്ക് എത്തി. മനസ്സിലായോ സംഭവം? അതായത് മാസിൽ നിന്ന് എവിടേക്ക് എത്തി? നമ്പറിലേക്ക് എത്തി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? മാസിൽ നിന്ന് നമ്പറിലേക്ക് എത്തി. ഈ മാസിൽ നിന്ന് നമ്പറിലേക്ക് എത്തി നമ്മൾ വളരെ സിമ്പിളാണ്, നമ്മൾ പണ്ട് പോലെ പഠിക്കുന്നത് എങ്ങനെയാണ് മാസിൽ നിന്ന് നമ്പറിലേക്ക് എത്തുന്നതെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാസിൽ നിന്ന് നമ്പറിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം? ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും എണ്ണവും കണ്ടുപിടിക്കാം. എന്തും കണ്ടുപിടിക്കാം? ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും എണ്ണവും കണ്ടുപിടിക്കാം. ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിനെയും എന്ത് കണ്ടുപിടിക്കാം? എണ്ണവും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മാസിൽ നിന്നും നമ്പറിലേക്ക് എത്തിയ ഈ രീതിയിൽ തന്നെ നമ്മുടെ ഈ 50,000 എന്ന് പറയുന്ന ഇതിൽ നിന്നും 10,000-ത്തിലേക്ക് എത്തി. അതായത് 50,000-ത്തിൽ എവിടേക്ക് എത്തി? 10,000-ത്തിലേക്ക് എത്തി. അതായത് 50,000 എന്ന മാസിൽ നിന്നും 10,000 എന്ന നമ്പറിലേക്ക് എത്തി. അതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസിൽ നിന്നും എന്തിലേക്ക് എത്താം? എണ്ണത്തിലേക്ക് എത്താം. എന്തിൻ്റെ കേസിൽ? നമ്മുടെ ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും കേസിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ആറ്റത്തിൻ്റെയും മോളിക്യൂൾസിൻ്റെയും നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആറ്റത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ അതിലാദ്യം നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആറ്റത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്. ആറ്റത്തിൻ്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ആറ്റത്തിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പണ്ട് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റത്തിൻ്റെ നമ്പർ. അതായത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എത്രയായിരുന്നു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്? ഹൈഡ്രജൻ ആറ്റം ഒന്നാമത്തെ പണ്ടൊക്കെ നിങ്ങൾ കുറേ പഠിച്ചതാണ്, പണ്ട് പഠിച്ചു, പക്ഷേ മറന്നുപോയി കാണും ചിലപ്പോൾ. അത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 into 10 raised to minus 24. 1.67 into 10 raised to minus 24 ആണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 1.67 into 10 raised to minus 24 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് പണ്ട് പഠിച്ച കാര്യം ചോദിക്കുന്നത്, ഇപ്പോഴത്തെ അല്ല, അത് 1 ഗ്രാം നമ്മൾ പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് പണ്ട് പഠിച്ചത് എങ്ങനെയാണ്? 1.67 into 10 raised to minus 24 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ ബാക്കിയുള്ള ആറ്റങ്ങളുടെ മാസുകൾ പറഞ്ഞിരുന്നത്. പിന്നീട് അതിന് മാറ്റം വന്നു. പുതിയ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക്, പുതിയ അപ്ഡേഷൻ വന്നപ്പോഴത്തേക്ക്, നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് മാറ്റം വന്നു. പിന്നീട് പുതിയ ഐസോട്ടോപ്പുകൾ വന്നു. ഹൈഡ്രജന് തന്നെ 3 ഐസോട്ടോപ്പ് ഇല്ല. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളുണ്ട്. ഈ ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള എലമെൻസിൻ്റെ 3 ഐസോട്ടോപ്പുകളൊക്കെ വന്നപ്പോഴത്തേക്ക്, കുറേ ഐസോട്ടോപ്പുകൾ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കോൺസെപ്റ്റിന് മാറ്റം വന്നിട്ട് നമ്മൾ എന്തിനെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി? കാർബൺ 12 ഐസോട്ടോപ്പിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. ഒരു അവലംബമായിട്ട് എടുത്ത ഏതിനെയാണ്? കാർബൺ 12 ഐസോട്ടോപ്പിനെയാണ്. ഈ ഹൈഡ്രജൻ്റെ മാസ്, അതായത് 1.67 into 10 raised to minus 24 ഗ്രാമിനെ നമ്മൾ പറയുന്നത് ഒരു യു എന്നാണ്, ഒരു യൂണിറ്റ് അഥവാ ഒരു യു എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മളത് മാറി എന്തായിട്ട് മാറി? കാർബൺ 12 ഐസോട്ടോപ്പിനെ നമ്മൾ എന്തായി എടുക്കാൻ തുടങ്ങി? ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. കാർബൺ 12 ഐസോട്ടോപ്പിനെ എന്തായിട്ട് എടുക്കാൻ തുടങ്ങി? ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കാർബൺ 12 ഐസോട്ടോപ്പിനെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതിന് കാരണം എന്താ അറിയുക? നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതൊക്കെ എന്താണ്? കാർബണാണ്. കാർബണും കാർബണിൻ്റെ മൂലകങ്ങളും കാർബണിൻ്റെ ഐസോട്ടോപ്പുകളും കാർബണിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കാർബൺ 12 നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഒരു റെഫറൻസ് ആയിട്ട് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ കാർബൺ 12 പിന്നീട് കാലത്ത് കാർബൺ 12 റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബാക്കിയുള്ള മൂലകങ്ങളുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആറ്റങ്ങളുടെ എന്ത് പ്രസ്താവിക്കാൻ തുടങ്ങിയത്? അറ്റോമിക് മാസ് പ്രസ്താവിക്കാൻ തുടങ്ങിയത്. അറ്റോമിക് മാസ് അപ്പോൾ റെഫറൻസ് ചെയ്താണ് കാർബൺ 12 ഐസോട്ടോപ്പാണ്. ഈ കാർബൺ 12 എന്ന് പറയുമ്പോൾ കാർബൺ 12 എന്ന് പറഞ്ഞാൽ 12 യു ആണ്.
ഇത് ഹൈഡ്രജൻ ഒരു യു അല്ലേ, അപ്പോൾ കാർബൺ 12 എത്ര യു ആവും? 12 യു ആവും. കാർബൺ 12 12 യു ആവും. ഈ കാർബൺ 12 12 യു ആവും. ഈ 12 യു എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു മാസാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ ഒരു യു എടുക്കാം, അടുത്ത ആറ്റം വരുമ്പോൾ 2 യു എടുക്കാം, അടുത്ത 3 യു എടുക്കാം, അങ്ങനെ നമുക്ക് പറയാം. എന്നാൽ കാർബൺ 12ൻ്റെ 12 യു എന്ന് പറഞ്ഞാൽ എത്ര വലിയ മാസാണ്. അപ്പോൾ ആ വലിയ മാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഒന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ വളരെ എളുപ്പമുള്ള കാര്യം കൂടാണത്. അതായത് കാർബൺ 12ൻ്റെ 12 യു. അപ്പം ഇതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുക. ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 1/12 ഓഫ് കാർബൺ ആണ്. കാർബൺ 12ൻ്റെ 12ൽ ഒരു ഭാഗം. ഇത് 12 അല്ലേ, ഇത് 1 അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് കാർബൺ 12ൻ്റെ 12ൽ ഒരു ഭാഗമാണ്. കാർബൺ 12ൻ്റെ 12ൽ ഒരു ഭാഗമാണ്. 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ 1/12 ആണ്. ആ 1/12 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ കാർബൺ 12നെ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? അറ്റോമിക് മാസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റേത് പറയുന്നു. അപ്പോൾ ഒന്നിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് മറ്റേത് പറയുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അതിനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്, കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അത് നമ്മുടെ കാൽക്കുലേഷൻസിലായാലും സയൻറ്റിഫിക് ആയിട്ടുള്ള പല മെത്തേഡ്സിലായാലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ആ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന പേര് വരാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന പേര് വരാൻ കാരണം? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന പേര് വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവയുടെ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവയുടെ മാസ് പ്രസ്താവിക്കുന്നു. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട്, അത് കാർബൺ 12നെ നമ്മളൊരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട്, അതിനെ ഒരു അവലംബമാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവയുടെ പറയുന്നത് കൊണ്ടാണ് നമ്മളതിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയുന്നത്. ആപേക്ഷിക അറ്റോമിക മാസ്. അപ്പോൾ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മനസ്സിലായില്ലേ? ആപേക്ഷിക അറ്റോമിക മാസ്. അപ്പോൾ ഈ കാർബൺ 12നെ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളവയുടെ മാസ് പ്രസ്താവിക്കുന്ന രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക അറ്റോമിക മാസ് അഥവാ റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിന് എപ്പോഴും അവലംബമായി എടുക്കുന്ന എന്തിനാണ്? കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പ് 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 ആണ് ഹൈഡ്രജൻ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവയുടെ പറയുന്നത്. ഈ രീതിയിൽ സയൻറ്റിസ്റ്റ് കുറേ മാസുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് കുറേ മാസുകൾ നോക്കാം. ആ ആറ്റോമിക് മാസുകളെല്ലാം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെയുള്ള കാൽക്കുലേഷൻസിലൊക്കെ വേണ്ടതാണ്. ഹൈഡ്രജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ 1 ആണ്. ഹൈഡ്രജൻ റിലേറ്റീവ് അറ്റോമിക് മാസ് 1 ആണ്. 1 ആണ് ഹൈഡ്രജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്. ഹീലിയത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണ്? 4 ആണ്. 4 ആണ് ഹീലിയത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്. നൈട്രജൻ ആകുമ്പോൾ എത്ര ആവും? 14 ആണ്. നൈട്രജനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എത്രയാണ്? 14 ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നൈട്രജൻ്റെ. സോഡിയം എത്ര വരും? സോഡിയം 23 ആണ്. സോഡിയം 23 ആണ്. സോഡിയം 23 ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണ്? 23 ആണ്. അതേപോലെ അടുത്തായിട്ട് ക്ലോറിൻ എത്ര വരും? 35.5 ആണ് ക്ലോറിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്. കാൽസ്യം ആണെങ്കിൽ 40 ആണ്. കാൽസ്യം ആണെങ്കിൽ 40. അപ്പോൾ ഹൈഡ്രജൻ റിലേറ്റീവ് അറ്റോമിക് മാസ് 1, ഹീലിയം 4. ഹീലിയം നൈട്രജനൊക്കെ വളരെ നമുക്ക് കാൽക്കുലേഷൻസിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഹൈഡ്രജൻ, ഹീലിയം, അതുപോലെ തന്നെ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ 1 ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ്, ഹീലിയം 4 ആണ്, നൈട്രജൻ 14 ആണ്, സോഡിയം 23 ആണ്, ക്ലോറിൻ 35.5 ആണ്, കാൽസ്യം 40 ആണ്. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാൽക്കുലേഷൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും മിക്കവാറും എല്ലാ ഒരു ഇതായിട്ട് അവർ റിലേറ്റീവ് അറ്റോമിക് മാസ് തരും. ആ റിലേറ്റീവ് അറ്റോമിക് മാസ് തരുന്നതിൻ്റെ ബേസിൽ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ അത് കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ കുറേ ഒരു എലമെൻസിൻ്റെ എങ്കിലും നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്സിജൻ്റെ 16 ആണ്.
ഓക്സിജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 16 നൈട്രജൻ 14 ആണ്, ഓക്സിജൻ 16 സോഡിയം 23 ആണ്, ക്ലോറിൻ 35.5 ആണ്, കാൽസ്യം 40 ആണ്. ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഓക്സിജൻ്റെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ഓക്സിജൻ്റെ 16 റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ 16 ഗ്രാമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാം. നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ആറ്റംസ് അഥവാ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആറ്റത്തിന് ആദ്യം റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞു. ഇനി ആ റിലേറ്റീവ് അറ്റോമിക് മാസിൽ നിന്നും, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു മാസിൽ നിന്നും എവിടേക്ക് പോകുന്നു? എണ്ണത്തിലേക്ക് പോകുന്നു. അതേപോലെയാണ് ഇവിടെയും നമ്മൾ ആദ്യം മാസ് എന്താണെന്ന് പറഞ്ഞു, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്നും എണ്ണത്തിലേക്കാണ്, നമ്പർ ഓഫ് ആറ്റംസിലേക്കാണ് പോകുന്നത്. എത്ര ആറ്റങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ആറ്റംസ്. നമുക്കൊക്കെ അറിയാം കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. കാർബണും ഓക്സിജനും ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് കാർബണും ഓക്സിജനും ചേർന്ന് എന്തുണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കാർബൺ എത്ര ഓക്സിജനാണ് ഒരു കാർബണുമായിട്ട് ജോയിൻ ചെയ്യുന്നത്? എത്ര ഓക്സിജൻ ഒരു കാർബണുമായി ജോയിൻ ചെയ്യുന്നു? 2 ഓക്സിജൻ ഒരു കാർബണുമായി ജോയിൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഓഫ് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. കണ്ടോ? അപ്പോൾ 2 ഓക്സിജൻ എത്ര കാർബണുമായി ജോയിൻ ചെയ്യുന്നു? ഒരു കാർബണുമായി ജോയിൻ ചെയ്തു. മനസ്സിലായോ? 2 ഓക്സിജൻ വേണം ഒരു കാർബണുമായി ജോയിൻ ചെയ്യാൻ. അതേപോലെ 1000 കാർബൺ എടുത്തു എന്ന് വെക്കുക. 1000 കാർബൺ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഓക്സിജൻ വേണം? 2000 ഓക്സിജൻ വേണം. 2000 ഓക്സിജൻ വേണം. വേണ്ടേ? 2000 ഓക്സിജൻ. 1000 കാർബൺ എടുത്താൽ അതിന് എത്ര ഓക്സിജൻ വേണം? 2000 ഓക്സിജൻ വേണം. 1000 കാർബണിന് 2000 ഓക്സിജൻ വേണം. അപ്പോൾ ഒരു കാർബണിന് 2 ഓക്സിജൻ വേണമെങ്കിൽ 1000 കാർബണിന് എത്ര ഓക്സിജൻ വേണം? 2000 ഓക്സിജൻ വേണം. 1000 കാർബണിന് 2000 ഓക്സിജൻ വേണം. ഓക്കെ. ഇനി അങ്ങനെയെങ്കിൽ 10000 കാർബൺ ആണെങ്കിലോ? 10000 കാർബൺ ആണെങ്കിൽ എത്ര ഓക്സിജൻ വേണം? 20000 ഓക്സിജൻ വേണം അല്ലേ? 10000 കാർബൺ ആണെങ്കിൽ എത്ര വേണം? 20000 ഓക്സിജൻ വേണം. നമ്മളിപ്പോൾ 10000 പറഞ്ഞു അല്ലെങ്കിൽ 1000 പറഞ്ഞു, ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? പക്ഷേ കോടിക്കണക്കിന് കാർബൺ എടുക്കുക. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ എണ്ണം പറയാൻ പറ്റും. പക്ഷെ നമുക്കത് എണ്ണിയെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്ക് അതായത് ഇപ്പം 1 കോടി കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ഇത്ര ഓക്സിജൻ വേണം. അപ്പോൾ അതിനെ നമുക്ക് എണ്ണിയെടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ആക്യുറേറ്റ് എണ്ണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സയൻറ്റിസ്റ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കോടിക്കണക്കിന് വന്നാൽ എങ്ങനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? കോടിക്കണക്കിന് വന്നാൽ നമുക്ക് എണ്ണിയെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ സയൻറ്റിസ്റ്റുമാർ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഓൾറെഡി എണ്ണിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി പറയുന്നുണ്ട്. അതായത് കാർബൺ എടുക്കുക. ഒരു കേസ് എടുക്കുകയാണ്. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് എടുക്കുകയാണ്. ആ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ ബേസിൽ നമുക്ക് സയൻറ്റിഫിക്കലി എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ ബേസിൽ നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും, നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. അതായത് കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 12 ആണ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഗ്രാമാണ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? മാസ് ടേക്കൺ എത്ര മാസ് എടുത്തു, എത്ര മാസ് എടുത്തു? 12 ആണെന്ന് വെക്കുക. ഈ 12 ഗ്രാമിൽ എത്രയുണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. എത്രയുണ്ട്?
6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. എത്രയുണ്ട്? 6. കാർബണ് 12 ഗ്രാം കാർബണിൽ എത്രയുണ്ട്? 6. കാർബണിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അപ്പോൾ അതിനകത്ത് എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. ഇനി ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ റിലേറ്റീവ് അറ്റോമിക് മാസ് എത്രയാണ്? 16 ഗ്രാം ആണ് ഓക്സിജൻ്റെ. ഓക്സിജൻ്റെ 16 ആണ്. അതിലും എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 ഉണ്ട്. മനസ്സിലായോ? കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് 12 ഗ്രാം, മാസ് ടേക്കൺ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അതിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അതേപോലെ ഓക്സിജൻ്റെ 16 ഗ്രാമിൽ എത്ര ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അതേപോലെ 16 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 12 ഗ്രാം കാർബണിൽ 6.022 10⁻23 ആറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ 16 ഗ്രാം ഓക്സിജനിൽ എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അപ്പോൾ 6.022 നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 6.022 10⁻23. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഖ്യയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്തോറും എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുന്ന ഒരു സംഖ്യയാണ് 6.022 ഇൻറ്റു 10⁻23. ഈ ഒരു സംഖ്യ ഒരിക്കലും മറക്കാൻ പാടില്ല. 6.022 ഇൻറ്റു 10⁻20 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന ഈ സംഖ്യ. അപ്പോൾ 12 ഗ്രാം കാർബണിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അതുപോലെ 16 ഗ്രാം ഓക്സിജനിൽ എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 6.022 ഇൻറ്റു 23 ആറ്റംസ് ഉണ്ട്. കാർബൺ ആറ്റംസും ഓക്സിജൻ ആറ്റംസും മനസ്സിലായില്ലേ? ഇനി ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു? ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? ഒരു കാർബൺ പ്ലസ് 2 ഓക്സിജൻ അല്ലേ? അപ്പോൾ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ കാർബൺ 2 ഓക്സിജൻ ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഒരു കാർബൺ 2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ? 2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. 2 ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു കാർബണിൽ 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ വേണം ഒരു കാർബണുമായി കമ്പൈൻ ചെയ്യാൻ? എത്ര ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടി വരും? 2 ഇൻറ്റു 6. ഇതൊന്നല്ലേ ഉള്ളൂ. ഒരു ഓക്സിജനിലാണ് ഇത്രയേ ഉള്ളത്. അപ്പം എത്ര വേണം? 2 ഓക്സിജൻ എടുക്കുക. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് വേണം. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് വേണം. മനസ്സിലായോ? അതായത് കാർബണും ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. നമ്മൾ ആറ്റംസിൻ്റെ നമ്പറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബണിൽ എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര ഓക്സിജനാണ് അവിടെ ഒരു കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്? 2 ഓക്സിജൻ. അപ്പോൾ എത്ര ഓക്സിജൻ ആറ്റം വേണം? ഇതൊന്നല്ലേ ഉള്ളൂ. ഒന്നിൽ എത്ര ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 ഉണ്ട്. അപ്പോൾ എത്ര വേണം? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് വേണം. അത്രയും ആറ്റംസ് ഓക്സിജൻ വേണം എന്തുമായിട്ട് കമ്പൈൻ ചെയ്യാൻ? ഒരു കാർബൺ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു എണ്ണം പറയുന്നത് മനസ്സിലായോ? ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ആ എണ്ണം വന്നതെന്ന് മനസ്സിലായോ സംഭവം? എങ്ങനെയാണ്? അപ്പോൾ ഒരു മാസിൽ നിന്ന് നമ്മൾ എവിടേക്ക് വന്നു? നമ്പർ ഓഫ് ആറ്റത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ എണ്ണത്തിലേക്ക് വന്നു. ആ നമ്പർ ഓഫ് എണ്ണത്തിലേക്ക് അല്ലെങ്കിൽ ആറ്റത്തിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന ആ സംഖ്യ.
അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ദീസ് ആറ്റം, ഈ ആറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത മാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ 16 ഗ്രാമല്ലേ ഓക്സിജൻ ഉള്ളത്. ഇപ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഒരു കാർബണും ഒരു 2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ കാർബണിൻ്റെ മാസ് എത്ര? 12 ഗ്രാമാണ്. അങ്ങനെയെങ്കിൽ ഈ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജനല്ലേ ഉള്ളത്. 2 ഓക്സിജൻ ആകുമ്പം 1 16ആണ്. അപ്പോൾ 16 × 2 32 ഓക്സിജൻ. 32 ഓക്സിജനാണ് എന്തോ 32 ഓക്സിജനാണ് ഒരു കാർബണുമായി കമ്പൈൻ ചെയ്യുക. 32 ഗ്രാം ഓഫ് ഓക്സിജനാണ് 12 ഗ്രാം ഓഫ് കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാസിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായോ? അതെങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? സംഭവം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? അതായത് 6.022 × 10⁻23 എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ 32 വന്നത് എങ്ങനെയാണ് മനസ്സിലായോ? എങ്ങനെയാണ് 2 × 6.022 × 10⁻23 വന്നതിനെ മനസ്സിലായോ? ഓക്കെ, നമുക്കപ്പോൾ അടുത്തതിലോട്ട് പോവാം. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ്സായി, അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ആറ്റംസായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗ്രാം അറ്റോമിക് മാസ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് വന്ന് റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കോൺസെപ്റ്റാണ് ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ പറഞ്ഞ അറ്റോമിക് മാസ് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാണ്? 16ആണ്. പക്ഷേ അതിൽ രണ്ടിൽ ആറ്റങ്ങൾ എന്താണ്? തുല്യമല്ലേ? ആറ്റങ്ങൾ രണ്ടിൽ നമ്മൾ എത്ര പറഞ്ഞത്? 6.022 × 10⁻23 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടിലും ആറ്റങ്ങൾ എത്രയാണ്? തുല്യമാണ്. കാർബണിലും 12 ഗ്രാം കാർബണിലുള്ളതും 16 ഗ്രാം ഓക്സിജനുള്ളതും ആറ്റങ്ങൾ രണ്ടും എന്താണ്? തുല്യമാണ്. 6.022 × 10⁻23 തന്നെയാണ് അവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. രണ്ടിലും തുല്യമാണ്. ഇനി ഈ തുല്യമായ 12 ഗ്രാം കാർബണിനെ നമ്മൾ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയും. അതായത് ഈ 12 ഗ്രാം കാർബണിനെ നമ്മൾ എന്തെന്ന് പറയും? 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്നാണ് പറയുന്നത്. അതായത് 12 ഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ തന്നെ ഒരു GAM എന്ന് പറയും. അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഒരു GAM എന്ന് പറയും. ഒരു GAM എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 12 ഗ്രാം കാർബൺ അല്ലേ? 12 ഗ്രാം കാർബൺ നമ്മൾ എന്തെന്ന് പറയും? ഒരു GAM, 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. അപ്പോൾ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 12 ഗ്രാമാണ്. 12 ഗ്രാമാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ. മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ 12 ഗ്രാം പറഞ്ഞില്ലേ? 12 ഗ്രാമിൽ എത്രയുണ്ട്? 6.022 × 10⁻23 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണ്, നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ GAM എന്ന് പറയുന്നത്. അപ്പോൾ 12 ഗ്രാം കാർബണിൽ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് 12 ഗ്രാം കാർബണാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അതേപോലെ 16 ഗ്രാം, അതുപോലെ 16 ഗ്രാം ഓക്സിജൻ. 16 ഗ്രാം ഓക്സിജൻ എന്തെന്ന് പറയാം? 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. 16 ഗ്രാം ഓക്സിജൻ എന്തെന്ന് പറയാം? 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയാം. അപ്പോൾ 16 ഗ്രാം ഓക്സിജനെ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയാനായിട്ടും സാധിക്കും. അപ്പോൾ 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയാം. അതേപോലെ 16 ഗ്രാം ഓക്സിജനെ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്നും പറയാം. അപ്പോൾ ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ഇസ് അറ്റോമിക് മാസ്. ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ദ ഗ്രാം ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക്, അതിൻ്റെ അറ്റോമിക് മാസിനോട് തുല്യം. അതിൻ്റെ അറ്റോമിക് മാസ് തന്നെയല്ലേ ഇത്? ഈ അറ്റോമിക് മാസിന് തുല്യമായ സാധനം ഗ്രാമിൽ പറഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് മാസിലെ സാധനം തന്നെയാണ്. അറ്റോമിക് മാസിലെ ആ മാസിനെ നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. അപ്പോൾ അറ്റോമിക് മാസിലെ സാധനം തന്നെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ നമുക്കെന്തെന്ന് പറയാം? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ
the mass of an element in grams equal to its atomic mass. അതിൻ്റെ അറ്റോമിക് മാസിനോട് തുല്യമായ സാധനം ഗ്രാമിൽ പറയുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? ഗ്രാം അറ്റോമിക്. നമ്മൾ പുസ്തക വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ടത് ഗ്രാം അറ്റോമിക് മാസ് GAM എന്ന് പറയുന്നു. അപ്പോൾ 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് ഒരു GAM ആണ്. അതുപോലെ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നതും ഒരു GAM ആണ്. നമുക്ക് വേറൊരു ടേബിൾ നോക്കാം. ആ ടേബിൾ നോക്കാം, വിശദമായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. വളരെ എളുപ്പമാണ്. ഇതിൽ കുറേ സംഖ്യകൾ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി, എന്താണ് സംഭവം എന്ന് മനസ്സിലായാൽ വളരെ രസകരമായി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു പാഠമാണ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സംഖ്യ 6.02 10⁻23 12 ഗ്രാമും 16 ഗ്രാമും ഒക്കെ കാണുമ്പോൾ കുറച്ച് പേടി വരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു പാഠമാണ് ഇതെന്ന് പറയുന്നത്. ഇനി എലമെൻ്റ്, അറ്റോമിക് മാസ്, മാസ് ഇൻ ഗ്രാംസ്, അതേപോലെ GAM, നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകും നമ്പർ ഓഫ് ആറ്റംസ്. അല്ല, ഒന്നാമതൊരു എലമെൻ്റ് എടുക്കുക. ഒന്നാമത്തെ എലമെൻ്റായിട്ട് നമ്മൾ കാർബണിനെ തന്നെ എടുക്കാം. അപ്പോൾ കാർബൺ എടുക്കുന്നു. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. ഈ 12 അറ്റോമിക് മാസുള്ള കാർബണിൽ എത്ര ആറ്റംസ് കാണും? നമ്മൾ പറഞ്ഞിരുന്നു മുമ്പേ. എത്ര ആറ്റംസ് കാണും? എത്ര ആറ്റംസ് ഉണ്ട്? 12 ഗ്രാം 12 അറ്റോമിക് മാസുള്ള കാർബണിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.2 ഇല്ല, 6.022 × 10⁻23 ആറ്റംസ് അല്ലേ ഉള്ളൂ. കാരണം ഇതെന്ന് വെച്ചാൽ 2 കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 വരുമോ? ഇല്ല. 12 ഗ്രാം എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 ഉള്ളൂ. 10⁻23. അപ്പോൾ മാസ് ഇൻ ഗ്രാംസ്, അറ്റോമിക് മാസ് ഇതല്ലേ, അപ്പോൾ മാസ് ഇൻ ഗ്രാംസ് എത്രയായിരിക്കും? 12 ഗ്രാം. അപ്പോൾ ഒന്നുമില്ല, അറ്റോമിക് മാസ് നമ്മൾ എങ്ങനെ എഴുതി? ഗ്രാമിൽ എഴുതി. അപ്പോൾ 12 ഗ്രാം. ഓക്കെ, മനസ്സിലായോ? 12 ഗ്രാം. ഇനി GAM എത്ര? 12 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര GAM ആണ്? ഒരു GAM. കണ്ടോ, ഒരു GAM ആണ്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? അപ്പോൾ ഒരു GAM. അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, മാസ് ഇൻ ഗ്രാംസ് എത്രയാണ്? 12 ആണ് മാസിന്. അപ്പോൾ ഇതിനെ അങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 12 എന്ന് പറയുന്ന അറ്റോമിക് മാസിനെ 12 ഗ്രാം ആക്കി മാറ്റിയിരുന്നു. അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23. 6.022 × 10⁻23 ആണ് ആറ്റംസിൻ്റെ എണ്ണമെങ്കിൽ അവിടെ എത്രയാണ്? ഒരു GAM ആണ്. ഒരു ഗ്രാം അറ്റോമിക് മാസാണ്. ഒരു ഗ്രാം അറ്റോമിക് മാസ് അഥവാ ഒരു GAM ആണ്. ഒരു GAM ആണ്. ഇനി അതുപോലെ നമ്മൾ അടുത്ത എലമെൻറ്റിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ അടുത്ത എലമെൻറ്റ് ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ എടുക്കുന്നു. ഓക്സിജൻ്റെ കേസിൽ 16 ആണ് അറ്റോമിക് മാസ്. എത്രയാണ്? 16 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ്? 6.022 × 10⁻23 ആണ് നമ്പർ ഓഫ് ആറ്റംസ്. മാസ് ഇൻ ഗ്രാംസ് എത്ര വരും? എത്ര ഗ്രാംസ്? 16 നമ്മൾ എന്തിലേക്ക് മാറ്റി? 16 ഗ്രാമിലേക്ക് മാറ്റി. 14 എന്തിലേക്ക് മാറ്റി? 16 ഗ്രാമിലേക്ക് മാറ്റി. അപ്പോൾ ഒരു GAM ഇത് എത്രയാണ്? ഇത് 6.022 × 10⁻23 അല്ലേ ഉള്ളൂ. അപ്പോൾ എത്രയാണ്? ഒരു GAM. മനസ്സിലായോ? ഒരു GAM. അതേപോലെ അടുത്തത് നൈട്രജൻ എഴുതാം, ക്ലോറിൻ എഴുതാം, എല്ലാം ഇതേപോലെ തന്നെയാണ്. നൈട്രജൻ എത്രയാണ്? 14 ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ലൈറ്റ് അറ്റോമിക് മാസ് എത്രയാണ്? 14 ആണ്. അപ്പോൾ 14 ഗ്രാമാണ്. ഒരു GAM ആണ്. അപ്പോൾ 6.022 × 10⁻23. അടുത്തത് ക്ലോറിൻ്റെ കേസിൽ 35.5 ആണ് അറ്റോമിക് മാസ്. ഇത് ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 35.5 ഗ്രാമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു GAM ആണ്. അത് 6.022 × 10⁻23 ആണ് ആറ്റങ്ങളുടെ എണ്ണം. നമ്പർ ഓഫ് ആറ്റംസ് അഥവാ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23. എഴുതുന്നത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഒന്നുമില്ല. 6.022 × 10⁻23 ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് എഴുതുന്നു? ഒരു GAM എഴുതുന്നു. അറ്റോമിക് മാസിനെ മാസ് ഇൻ ഗ്രാംസ് എന്ന് പറയുന്നതാണ് ഒരു GAM എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ.
സംഭവം. ഇതാണ് ഒരു ജി എ എം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. മനസ്സിലായി? ജി എ എം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുക്കുക. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, കാർബൺ എടുത്തു, ഓക്സിജൻ എടുത്തു, നൈട്രജൻ എടുത്തു, ക്ലോറിൻ എടുത്തു. ഏത് എലമെൻ്റ് എടുത്താലും അവിടുത്തെ ഒരു ജി എമ്മിലുള്ള ആറ്റംസിൻ്റെ എണ്ണം തുല്യമല്ലേ? ഇത് തുല്യമല്ലേ? ഒരു ജി എമ്മിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ജി എമ്മിലെ ആറ്റംസിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. എത്രയായിരിക്കും? 6.022 × 10⁻23 തന്നെയായിരിക്കും ഒരു ജി എമ്മിലുള്ള ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയും. എപ്പോഴും എന്തായിരിക്കും? തുല്യം ആയിരിക്കും. ഇനി ഒരു ജി എ എം 1 gram atomic mass of an element contain 6.022 × 10⁻23. അപ്പോൾ 1 gram atomic mass എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ 1 gram അറ്റോമിക് മാസ്, ഒരു എലമെൻറ്റിൻ്റെ 1 gram അറ്റോമിക് മാസിൽ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 6.022 × 10⁻23 ആണ്. 6.022 × 10⁻23 ആണ് 1 gram അറ്റോമിക് മാസിൽ ഏതൊരു എലമെൻറ്റിൻ്റെയും നമ്പർ, 1 gram അറ്റോമിക് മാസിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ്. ഈ ഒരു സംഖ്യ, അതായത് ഈ 6 ഞാൻ മുമ്പേ പറഞ്ഞു, ആ സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിലായാലും കെമിസ്ട്രിയിൽ ഏത് ഭാഗത്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഖ്യയാണ് 6.022 × 10⁻23 എന്ന് പറയുന്ന ഈ സംഖ്യ എന്ന് പറയുന്നത്. ഈ സംഖ്യയ്ക്ക് പേര് കൊടുത്തത് അവഗാഡ്രോ നമ്പർ. ഈ സംഖ്യയെ വിളിക്കുന്നതാണ് അവോഗാഡ്രോ നമ്പർ. ഈ സംഖ്യ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അതായത് വളരെ പ്രശസ്തനായ, കെമിസ്ട്രിക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞനായ ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അമീഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു സംഖ്യയ്ക്ക് എന്ത് പേര് കൊടുത്തത്? അവഗാഡ്രോ നമ്പർ എന്ന് പേര് കൊടുത്തത്. അവഗാഡ്രോ നമ്പർ. ഈ അവഗാഡ്രോ നമ്പറിനെ വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ ക്യാപിറ്റൽ എൻ എ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എൻ എ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാപിറ്റൽ എൻ എ എന്ന് നമുക്ക് ഈ അവഗാഡ്രോ സംഖ്യയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ എൻ എ, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് വലുതായിട്ട് എഴുതണം. 2 ക്യാപിറ്റൽ ലെറ്ററാണ്, പക്ഷേ എൻ്റെ താഴെയായിട്ടാണ് ഇടുന്നത്. ക്യാപിറ്റൽ എൻ എ എന്നും അവഗാഡ്രോ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവഗാഡ്രോ സംഖ്യ എന്താണെന്ന് ചോദിച്ചാൽ, അഥവാ അവഗാഡ്രോ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ 6.022 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ അഥവാ അവഗാഡ്രോ സംഖ്യ. ഏതൊരു എലമെൻറ്റിൻ്റെയും 1 ജി എമ്മിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഏതൊരു എലമെൻ്റ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ആ 1 gram അറ്റോമിക് മാസിൽ എപ്പോഴും എത്ര കാണും? 6.022 × 10⁻23 ആറ്റംസ് കാണും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഒരു ജി എമ്മിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ജി എം മാത്രമല്ല, 2 ജി എം ഉണ്ട്, 3 ജി എം ഉണ്ട്, 4 ജി എം ഉണ്ട്. അങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ഒരു ജി എം മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഒരു ജി എം നമ്മൾ പറഞ്ഞു, ഒരു ജി എം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു ജി എം സോഡിയത്തിൻ്റെ കേസ് എടുക്കുക. ഒരു ജി എം സോഡിയം എന്ന് പറയുന്നത് 23 gram ആണ്. ഒരു ജി എം സോഡിയം എന്ന് പറയുന്നത് 20. നമ്മൾ ക്ലോറിൻ്റെ പറഞ്ഞു, ഓക്സിജൻ 16 gram എന്ന് പറഞ്ഞു, കാർബൺ 12 gram എന്ന് പറഞ്ഞു. അതേപോലെ സോഡിയത്തിൻ്റെ കേസ് വരുമ്പം സോഡിയത്തിൽ ഒരു ജി എം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ജി എം എന്ന് പറയുന്നത് ഒരു ജി എം സോഡിയം കണ്ടൈൻസ് 23 gram ഓഫ് സോഡിയം. ഒരു ജി എം സോഡിയത്തിൽ എത്ര ഗ്രാം സോഡിയം ഉണ്ട്? 23. ഒരു ജി എം സോഡിയം എന്ന് പറഞ്ഞാൽ 23 gram സോഡിയമാണ്. 23 gram സോഡിയമാണ് ഒരു ജി എം സോഡിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് എത്ര ആറ്റംസ് കാണും? ഒരു ജി എം ആകുമ്പോൾ എത്ര ആറ്റംസ് കാണും? 6.022 × 10⁻23 ആറ്റംസ് കാണും. ഇത്രയും ആറ്റംസ് കാണും. 6.022 × 10⁻23 ആറ്റംസ്. ഒരു ജി എം സോഡിയം എന്ന് പറയുന്നത് 23 gram ആണ്. 23 ഗ്രാമിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. ഓക്കെ.
ഇനി അങ്ങനെയെങ്കിൽ 46 ഗ്രാം സോഡിയം എടുക്കുക. അടുത്ത കേസിൽ 46 ഗ്രാം സോഡിയം എടുക്കുക. 46 ഗ്രാം സോഡിയം എടുക്കുന്നു. 46 ഗ്രാം സോഡിയത്തിൽ എത്ര കാണും നമുക്ക് പറയാൻ പറ്റുമോ? ഒരു GAM എന്ന് പറയുന്നത് 23 ഗ്രാം സോഡിയമാണ്. അതിൽ 6.022 10⁻23 ഉണ്ട്. അങ്ങനെയെങ്കിൽ 46 ഗ്രാം GAM, 46 ഗ്രാം സോഡിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര GAM ആയിരിക്കും? 23. ഇത് 23 അല്ലേ? 23ൻ്റെ കൂടെ 23 കൂടെ കൂട്ടിയാലാണ് എത്ര കിട്ടുന്നത്? 46 കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു GAM ആണ്. അപ്പോൾ 23ൻ്റെ ഇരട്ടി 46 അല്ലേ? അപ്പോൾ 46 എന്ന് പറഞ്ഞാൽ എത്ര GAM ആയിരിക്കും? 2 GAM അല്ലേ? 2 GAM ആയിരിക്കും. എത്രയായിരിക്കും? 2 GAM ആയിരിക്കും. അത് എത്ര GAM ആയിരിക്കും? 2 GAM ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? 46 ഗ്രാം സോഡിയം എന്ന് പറയുന്നത് എത്ര GAM ആണെന്ന് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ്, ഇവിടെ എത്ര മാസ് വന്നിരിക്കുന്നത്? 46 അല്ലേ? 46 ഈ 46 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 23 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 46 നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് 46. നമുക്ക് ഓൾറെഡി അതിൻ്റെ ഒരു GAM എത്രയാണ്? ഒരു GAM എന്ന് പറഞ്ഞാൽ 23. അപ്പോൾ 46 ഡിവൈഡ് ബൈ 23, അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 2 GAM. നമ്പർ ഓഫ് GAM, ഇതാണ് നമ്പർ ഓഫ് GAM എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്പർ ഓഫ് GAM. അപ്പോൾ 46 ഡിവൈഡ് ബൈ 23 ഈക്വൽ 2 GAM. അപ്പോൾ എത്ര GAM ഉണ്ട്? വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഇറ്റ്? അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എത്ര? അപ്പോൾ എത്ര? ഒരു GAMന് 23 ഗ്രാം ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 GAMൽ എത്ര ഉണ്ട്? 46. അപ്പോൾ 46 ഗ്രാം സോഡിയത്തിൽ എത്ര GAM ഉണ്ട്? നമ്പർ ഓഫ് GAM ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ വേണ്ടി 46 ബൈ 23 അതിന് 2 GAM എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന മാസിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഒരു GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. തന്നിരിക്കുന്ന മാസിനെ ഒരു GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര GAM ഉണ്ട് നമുക്ക് കിട്ടും. അതായത് തന്നിരിക്കുന്ന മാസ് ഇപ്പോൾ 46 ഗ്രാം സോഡിയം അല്ലായിരുന്നു. 46 ഗ്രാം സോഡിയത്തിനകത്ത് എത്ര GAM ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആ 46നെ ഒരു GAM സോഡിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു GAM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23. അപ്പോൾ 46 ബൈ 23 നമുക്ക് എത്ര കിട്ടി? 2 GAM എന്ന് കിട്ടി. അപ്പോൾ 46ൽ എത്ര GAM ഉണ്ട്? 2 GAM ഉണ്ട്. അപ്പോൾ ഗിവൺ മാസ് ബൈ GAM, അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ബൈ GAM ഓഫ് ദ എലമെൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ GAM ഓഫ് ദ എലമെൻറ്റ്. അതിനെയാണ് നമ്പർ ഓഫ് GAM എന്ന് പറയുന്നത്. ഗിവൺ മാസ് ബൈ GAM ഓഫ് ദ എലമെൻറ്റ് ഈക്വൽ നമ്പർ ഓഫ് GAMകളുടെ എണ്ണം. എത്ര GAMകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസേ ഗിവൺ മാസേ ബൈ GAM ഓഫ് ദ എലമെൻറ്റ്, മൂലകത്തിൻ്റെ GAM ഓഫ് ദ എലമെൻറ്റിൻ്റെ ആ മൂലകത്തിൻ്റെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര GAMകൾ ഉണ്ട് എന്ന് കിട്ടും. എത്ര GAMകൾ അതിലുണ്ട് എന്ന് കിട്ടും. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് മനസ്സിലായില്ലേ? ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? അതായത് ഒരു GAMൽ 6.022 × 10⁻23 ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 GAM സോഡിയത്തിൽ എത്ര കാണും? ആറ്റങ്ങളുടെ എണ്ണം 2 × 6.022 × 10⁻23 കാണും. 2 × 6.022 × 10⁻23 കാണും. അപ്പോൾ എത്ര കാണും? 2 × 6.022 × 10⁻23 കാണും. അപ്പോൾ ഒരു GAM എന്ന് പറഞ്ഞാൽ 6.022 10⁻23 ആണ്. അങ്ങനെയെങ്കിൽ 2 GAMൽ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 2 × 6.022 × 10⁻23. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ ആ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. ആ ഉത്തരത്തിനെ ഇൻറ്റു 6, അത് ഇൻറ്റു ചെയ്ത് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. 2 × 6.022 × 10⁻23 ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ 3 ആണ് കിട്ടുന്നതെങ്കിൽ 3 × 6.0. അപ്പോൾ GAM എത്ര കിട്ടുന്നു? നമ്പർ ഓഫ് GAM എത്ര കിട്ടുന്നു? ആ നമ്പർ ഓഫ് GAMനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു? 6.022 × 10⁻23 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആ ആറ്റത്തിൻ്റെ നമ്പേഴ്സ്, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് അതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് GAMൻ്റെ കേസ് എന്ന് പറയുന്നത്. GAM അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞു. അതിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. GAMലേക്ക് വന്നു.
ഒരു GAM എന്നാൽ എങ്ങനെയാണ്? 2 GAM നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? അതായത് ഗിവൺ മാസിനെ നമുക്ക് ഒരു GAMലെ ഉള്ള മാസുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് GAM കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് നമ്പർ ഓഫ് gram atomic mass equal to given mass in grams by GAM of the element. Given mass in grams by the GAM of the element. Okay. അപ്പോൾ if so, how many GAM is 69 gram of sodium? അങ്ങനെ നമുക്ക് അടുത്ത ഒരു കേസ് നോക്കാം. ഇപ്പം 23 ഗ്രാമിൽ ഒരു GAM എന്ന് പറഞ്ഞു, 46 ഗ്രാമിൽ 2 GAM എന്ന് പറഞ്ഞു. ഇനിയെങ്കിൽ 69 നോക്കുകയാണ്. 69 gram of 69 gram നോക്കുകയാണ്. 69 gram sodium. 69 gram sodium. 69 gram sodium നമ്മൾ പറഞ്ഞു അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? 69 gram sodium എടുക്കുകയാണ്. 69 gram sodium ആകുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? 69 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 69 ഡിവൈഡ് ബൈ 23. ഒരു GAM അല്ല, ഗിവൺ മാസ് ബൈ നമ്പർ ഓഫ് ഗിവൺ മാസ് ബൈ ഒരു GAM. അപ്പോൾ എത്ര കിട്ടി? 3 GAM. അപ്പോൾ എത്ര GAM ഉണ്ട് അതിനകത്ത്? 3 GAM. അപ്പോൾ 69 ഗ്രാമിൽ 3 GAM ഉണ്ട്. 69 ഗ്രാമിൽ എത്ര ഉണ്ട്? 3 GAM ഉണ്ട്. 69 ഗ്രാമിൽ എത്ര GAM ഉണ്ട്? 3 GAM ഉണ്ട്. 69 ഗ്രാമിൽ എത്ര GAM ഉണ്ട്? 3 GAM. അപ്പോൾ നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 3 × 6.022 × 10⁻23. ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, വളരെ ഈസിയാണ് സംഭവം. നമ്മൾ പേടിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, വളരെ ഈസിയാണ്. അപ്പോൾ 3 × 6.022 × 10⁻23 ഇത്രയേ ഉള്ളൂ. അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും തന്നാലും കണ്ടുപിടിക്കാം. 69 കഴിഞ്ഞു, അതിന് അടുത്ത തരുവാണ്, അത് 4ാമത്തെ തരുവാണ്, 4 GAM തരുവാണ്, 5 GAM തരുവാണ്. അങ്ങനെയൊക്കെ തന്നാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഡിവൈഡ് ചെയ്യുക അറിഞ്ഞിരുന്നാൽ മതി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഡിവൈഡ് ചെയ്യുക അറിഞ്ഞിരുന്നാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എത്ര GAM തന്നാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാം. ആ GAM എത്രയാണോ ആ GAMനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ 6.022 × 10⁻23 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ സംഖ്യയോടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു എത്ര ആറ്റങ്ങളുണ്ടെന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയ പോലും വേണ്ട, അതായത് ജസ്റ്റ് 3 × 6.022 × 10⁻23 അല്ലെങ്കിൽ 2 × 6.022 × 10⁻23 എന്ന് എഴുതിയാൽ മാത്രം മതി. അല്ലാതെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കേണ്ട ആവശ്യം പോലും അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും മറക്കരുത്. GAM എന്ന് പറയുന്നത് 69. അപ്പോൾ 23 ഗ്രാം സോഡിയം പറഞ്ഞു, അത് 1 GAM ആണ്. അതുപോലെ തന്നെ 46 ഗ്രാം സോഡിയം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ 69 ഗ്രാം 69 ഗ്രാം സോഡിയവും പറഞ്ഞു. അപ്പോൾ 3 കേസും മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് GAM വരുന്നത്? GAM എന്ന് പറയുന്നത് നമ്പർ ഓഫ് GAM എന്താണ്? നമ്പർ ഓഫ് GAM എങ്ങനെയാണ്? ഗ്രാം അറ്റോമിക് മാസ്, അതായത് എന്താണ് ഗ്രാം മാസ് ഇൻ ഗ്രാം, ഗിവൺ മാസ് ഇൻ ഗ്രാംസിൽ തന്നിരിക്കുന്ന ഗിവൺ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്മുടെ 1 ഗ്രാം അറ്റോമിക് മാസുമായിട്ട്. GAM ഓഫ് ദ എലമെൻറ്റിൻ്റെ GAM എത്രയാണെന്ന് വെച്ചാൽ ആ GAMുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് GAM കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോ സംഭവം? മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അടുത്തുണ്ട്. 42 ഗ്രാം നൈട്രജൻ നമുക്ക് എങ്ങനെ എഴുതാം? 42 ഗ്രാം നൈട്രജനിലെ ആറ്റത്തിന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ചോദിക്കാം. 42 ഗ്രാം നൈട്രജൻ എടുക്കുകയാണ്. 42 ഗ്രാം നൈട്രജൻ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 42 ഗ്രാം നൈട്രജൻ നമുക്ക് പറയുന്നുണ്ട്, നൈട്രജൻ അറ്റോമിക് മാസ് 14 പറയുന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടും? ഉത്തരം എത്ര കിട്ടും? നൈട്രജൻ അറ്റോമിക് മാസ് 14. 14 ആകുമ്പോൾ ഉത്തരം എത്ര കിട്ടും? അതെങ്ങനെ ചെയ്യാൻ പറ്റും? 42 കറക്റ്റാണ്. 42/14. 14 × എത്രയാണ് 42? 3. അപ്പോൾ എത്ര GAM ആണ്? 3 GAM ആണ് അല്ലേ? 3 GAM. ആറ്റംസിൻ്റെ എണ്ണം എത്രയാണ്? 3 × 6.022 × 10⁻23 ആണ് ആറ്റംസിൻ്റെ എണ്ണം. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ സംഭവം? ഇത്രയേ ഉള്ളൂ സംഭവം. അതായത്
42 ഗ്രാം നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. അപ്പോൾ 42 ഗ്രാമാണ് ഗിവൺ മാസ്. ആ ഗിവൺ മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? ഈ 14 എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ റിലേറ്റീവ് അറ്റോമിക് മാസ്, അതായത് നമ്മുടെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. GAM ഓഫ് ദ എലമെൻറ്റ് 14 ആണ്. അപ്പോൾ 42/14 3 GAM കിട്ടുന്നു. ഈ 3 GAM ഇൻറ്റു 6.02 10⁻23 കിട്ടും. നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് മനസ്സിലായുള്ള സംഭവം 3 × 6.02 × 10⁻23. ഇനി അതേപോലെ പുസ്തകത്തിലെ വേറൊരു ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ടുണ്ട്. 80 ഗ്രാം ഓക്സിജൻ 80 ഗ്രാം എടുക്കുകയാണ്. ഓക്സിജൻ 80 ഗ്രാം എടുക്കുക. 80 ഗ്രാം ഓക്സിജൻ എടുക്കുമ്പോൾ എത്ര കിട്ടും? 80 ഗ്രാം ഓക്സിജൻ്റെ കേസാകുമ്പോൾ എത്ര കിട്ടും? ഓക്സിജൻ്റെ എത്ര? 16 അല്ലേ? ഓക്സിജൻ 16 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 80നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 GAM എന്ന് കിട്ടുന്നു. അപ്പോൾ ആറ്റംസിൻ്റെ എണ്ണം എത്രയാണ്? 5 × 6.022 × 10⁻23. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇത്രയേ ഉള്ളൂ സംഭവം. 5 × 6.022 × 10⁻23. അപ്പോൾ ഏതൊരു സാധനം തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇപ്പം തരിക ക്ലോറിൻ 35.5 തരിക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? 35.5 തന്നെയാണ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ 35.5/35.5 അപ്പോൾ 1. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം 6.022 × 10⁻23. അതേപോലെ ഇതുപോലെ ഏത് സാധനം തന്നാലും നമുക്ക് ഏത് ആറ്റങ്ങൾ തന്നാലും അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ഏത് ആറ്റത്തിൻ്റെയും മാസ് തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പം പറ്റുമല്ലോ. നിങ്ങൾക്ക് പറ്റുമോ സംഭവം? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഈ ഒരു സംഖ്യ മറക്കരുത്. 6.022 × 10⁻23 എന്ന് പറയുന്ന സംഖ്യ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അതിനെയാണ് N എന്ന് നമ്മൾ പറയുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റിലേറ്റീവ് അറ്റോമിക് മാസ് ഓർത്തിരിക്കുക. GAM എന്താണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസും അതുപോലെ തന്നെ ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ വേറെ ഒരു കാര്യം പറയാൻ പോകുന്നു. 1 മോൾ ആറ്റം എന്താണ് 1 മോൾ ആറ്റം? ഈ മോൾ എന്താണ്? നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? മോൾ കോൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ മോൾ കോൺസെപ്റ്റ് ആകുമ്പോൾ മോൾ ആറ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് 1 മോൾ ആറ്റം? 1 മോൾ ആറ്റം എന്താണ്? 1 മോൾ ആറ്റം 1 മോൾ ആറ്റം എന്താണ്? 1 മോൾ ആറ്റം എന്ന് പറയുന്നത്, അതായത് 1 ഗ്രാം ഹൈഡ്രജനകത്ത് 1 GAM ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ എടുക്കുക. അത് 1 GAM ഹൈഡ്രജനാണ്. അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ്റെ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 GAM ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട് അതിനകത്ത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിനെയാണ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം. 1 മോള് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഇതിനെയാണ് 1 മോള് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. അതുപോലെ 12 ഗ്രാം കാർബൺ എടുക്കുക. 12 ഗ്രാം കാർബൺ എന്ന് പറയുമ്പം എത്ര GAM ആണ്? 1 GAM ആണ്. അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. ഇതിനെയാണ് 1 മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? 1 മോൾ കാർബൺ. ഇതിനെയാണ് 1 മോൾ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 14 ഗ്രാം നൈട്രജൻ എടുക്കുക. 14 ഗ്രാം നൈട്രജനാണ് 1 GAM എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. ഇതിനെയാണ് 1 മോൾ എന്തെന്ന് പറയുക? 1 മോളാറ്റം നൈട്രജൻ. 1 മോൾ എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുമില്ല. 1 ഗ്രാം നമ്മൾ പറയില്ല, റെഫറൻസ് ആയിട്ട് വെക്കുന്നില്ലേ? 1 ഗ്രാം 1 GAM എത്രയാണോ അതിനകത്ത് എത്രയാണ്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട് 1 ഗ്രാം ഹൈഡ്രജനകത്ത്. അപ്പോൾ അതാണ് 1 മോളാറ്റം ഓഫ് ഹൈഡ്രജൻ. ഇനി 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നതാണ് 1 GAM. അതിനകത്ത് 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. അതാണ് 1 മോളാറ്റം ഓഫ് കാർബൺ. ഇനി 14 ഗ്രാം നൈട്രജൻ. അതിനകത്ത് 1 GAM എന്ന് പറയുന്ന 14 ഗ്രാം നൈട്രജൻ 1 GAM ആണ്. അതിൽ 6.022 × 10⁻23
ആറ്റംസ് ഉണ്ട്. അതാണ് ഒരു മോൾ ആറ്റം ഓഫ് എന്തെന്ന് പറയുന്നത്, നൈട്രജൻ എന്ന് പറയുന്നത്. ഒരു മോൾ ആറ്റം ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ, ഒരു മോൾ ഓഫ് ആറ്റം, അതിന് നമുക്കൊരു ജനറലൈസേഷനിൽ എത്താം. ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. കണ്ടോ? ഒന്നുമില്ല. ഈ മൂന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു GAM ആണ്. അതിൽ 6.022 × 10⁻23 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു മോൾ ആറ്റം ഓഫ് ഹൈഡ്രജനാണ്. അതേപോലെ തന്നെ 1 ഗ്രാം ഈ 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് ഒരു GAM ഓഫ് കാർബൺ ആണ്. കാർബണിൻ്റെ ഒരു GAM ആണ്. അതിൽ അത്രയും തന്നെയാണ് ആറ്റംസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ അല്ലേ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എല്ലാത്തിനും എന്താണ്, കോമൺ ആണ്. അപ്പോൾ ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത് എല്ലാത്തിനും എന്താണ്, കോമൺ. ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 6.022 × 10⁻23 എന്താണ്, ആറ്റംസ് ആണ്. ഇതാണ് ഈ പാഠത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കോൺസെപ്റ്റാണ്. ഈ പാഠത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എസൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനമാണ്. ഒരു മോൾ ആറ്റം അല്ലെങ്കിൽ ഒരു മോൾ ഓഫ് ആറ്റം. ഒരു മോൾ ഓഫ് ആറ്റത്തിൽ എത്ര ആറ്റമുണ്ട്? ഏതൊരു എലമെൻറ്റിൻ്റെയും ഒരു മോൾ ഓഫ് ആറ്റത്തിൽ എത്ര ആറ്റംസ് കാണും? 6.022 × 10⁻23. ചിലപ്പോൾ 1 വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഏതൊരു എലമെൻറ്റിൻ്റെയും ഒരു മോൾ ഓഫ് ആറ്റംസിൽ എത്ര ആറ്റംസ് കാണും? 6.022 × 10⁻23 ആറ്റംസ് കാണും. അതായത് ഏതൊരു എലമെൻറ്റിൻ്റെയും ഒരു മോൾ ഓഫ് ആറ്റംസിൽ 6.022 × 10⁻23 ആറ്റംസ് കാണും. അതാണ് ഒരു മോൾ ഓഫ് ആറ്റം. ഒരു മോൾ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു 6.022 × 10⁻23 ആറ്റംസ് ഫോർ എനി എലമെൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? സംഭവം മനസ്സിലായോ എങ്ങനെയാണ് ഒരു മോൾ ഓഫ് ആറ്റം എന്താണെന്ന്? ഒരു മോൾ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു മോൾ ഓഫ് ആറ്റത്തിൽ എത്ര ആറ്റംസ് കാണും? 6.022 × 10⁻23 ആറ്റംസ് കാണും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോളിൻ്റെ കോൺസെപ്റ്റ്, അതായത് അതിനകത്ത് അറ്റോമിക് മാസ് എന്താണ്, അതുപോലെ തന്നെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണ്, അതിനകത്ത് ഒരു മോൾ ഓഫ് ആറ്റത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മളിനി അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ ആറ്റംസിനെ കുറിച്ചല്ല ഇത്രയും നേരം പറഞ്ഞത്. ഇത്രയും നേരം ആറ്റംസ് പറഞ്ഞു, റിലേറ്റീവ് അറ്റോമിക് മാസ് പറഞ്ഞു, അതിൽ നിന്ന് GAM എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ആറ്റംസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം ഉണ്ടെന്ന് പറഞ്ഞു, മോളിക്യൂൾസിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം ഉണ്ടെന്നും പറഞ്ഞിരുന്നു അല്ലേ? ആറ്റംസും ഉണ്ട്, മോളിക്യൂൾസും ഉണ്ട്. നമ്മളപ്പോൾ ആദ്യം പഠിച്ചത് എന്താണ്? ആറ്റംസാണ്. ആറ്റംസ് എങ്ങനെയാണ് മാസിൽ നിന്നും നമ്പറിലേക്ക് എങ്ങനെ വരുന്നു, എങ്ങനെ നമ്മൾ ആ 6.022 × 10⁻23 എന്ന അവഗാഡ്രോ നമ്പർ എങ്ങനെയാണ്, എന്താണ് സംഭവം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയറായി. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണ്. ആറ്റം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് മോളിക്യൂളിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ പോകുന്നത് എന്തിലേക്കാണ്? മോളിക്യൂളിലേക്കാണ്. മോളിക്യൂൾ നോക്കുമ്പോൾ ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾ. ഫ്രീ സ്റ്റേറ്റിൽ അഥവാ സ്വതന്ത്രാവസ്ഥയിൽ എലമെൻസും കോമ്പൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് ആയിട്ടാണ്. അതായത് നമ്മുടെ മൂലകങ്ങളും അതുപോലെ തന്നെ സംയുക്തങ്ങളും നിലനിൽക്കുന്ന എന്തായിട്ടാണ്? തന്മാത്രകളായിട്ടാണ്, അഥവാ മോളിക്യൂൾസ് ആയിട്ടാണ് ഫ്രീ സ്റ്റേറ്റിൽ എലമെൻസും കോമ്പൗണ്ട്സും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിൾ പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല മോളിക്കുലർ നമ്മൾ ടേബിൾ പറയാം. പുസ്തകത്തിൽ കൊടുത്ത ടേബിളാണ്. എലമെൻറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട്, അതിൻ്റെ കെമിക്കൽ ഫോർമുല, അതിൻ്റെ മോളിക്കുലർ മാസ്. ഈ സംഭവം ഒരു ടേബിൾ നമ്മൾ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന ടേബിളാണ്. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അറ്റോമിക് മാസ് അറിയാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1. ഓക്സിജൻ 16 അല്ലേ? നൈട്രജൻ 14. അറ്റോമിക് മാസ് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ പഠിച്ചതാണ്. ക്ലോറിൻ 35.5. ഓരോന്നോരോ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ഹൈഡ്രജൻ്റെ 1 അതേപോലെ തന്നെ ഓക്സിജൻ 16 നൈട്രജൻ 14 അപ്പോൾ ഹൈഡ്രജൻ അതിൻ്റെ കെമിക്കൽ ഫോർമുല അത് ആറ്റമായിട്ടല്ല മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മോളിക്യൂളായിട്ട് നിൽക്കുമ്പം H2 ആണ്
കെമിക്കൽ ഫോമുല. H2 ആണ് കെമിക്കൽ ഫോം. അതിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുന്നത് മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കുന്നു? മോളിക്കുലാർ മാസ്. ഹൈഡ്രജൻ H2 അല്ലേ? H2 ആണ് ഹൈഡ്രജൻ. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈഡ്രജൻ്റെ എത്രയാണ്? 1. കണ്ടോ, ഒരു ഹൈഡ്രജൻ്റെ 1. അപ്പോൾ 2 ഹൈഡ്രജൻ ആകുമ്പം 1ഉം 1ഉം കൂടെ ചേർത്താൽ 2. അപ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ, അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് 2. കണ്ടോ, 1 1 2. ഇനി ഓക്സിജൻ എടുക്കുക. O2 ആണ്. ഓക്സിജൻ എന്ന് പറയുന്നത് O2 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ 16 അല്ലേ? 16. ഒരു ഓക്സിജനിൽ 16, രണ്ടാമത്തെ ഓക്സിജൻ്റെ ആകുമ്പോൾ 16 16 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 32. 16 16 32. ഓക്സിജൻ്റെ O2 ആണ്. അപ്പോൾ ഒരു ഓക്സിജനിലെ 16, അടുത്ത ഓക്സിജൻ്റെ 16, 16 ചേർത്തിട്ട് 32. 16 16 ചേർത്ത് 32. മനസ്സിലായോ? ഇനി അടുത്തത് ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്ത നൈട്രജൻ എടുക്കുക. നൈട്രജൻ എത്ര കിട്ടും? നൈട്രജൻ N2 അല്ലേ? നൈട്രജൻ എന്ന് പറയുമ്പം N2 ആണ്. അപ്പോൾ എത്ര കിട്ടും? 14 കൂടെ ചേർത്ത് എത്ര കിട്ടും? 28. കണ്ടോ, 14 28. ഇനി നൈട്രജൻ അല്ല, നമ്മൾ വാട്ടർ എടുക്കുകയാണ്. വാട്ടറിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെയാണ്? H2O ആണ്. H2O അല്ലേ? അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പോൾ ഒരു ഹൈഡ്രജൻ 1, അടുത്ത ഹൈഡ്രജൻ 1, അടുത്ത ഒരു ഓക്സിജൻ. അപ്പോൾ ഒരു ഹൈഡ്രജൻ്റെ 1, അടുത്ത ഹൈഡ്രജൻ്റെ 1, അടുത്ത ഓക്സിജൻ്റെ 16. 16 1 17 1 18. കണ്ടോ, വാട്ടറിൻ്റെ 18. കണ്ടോ, വാട്ടറിൻ്റെ 18. ഇനി അമോണിയ എടുക്കണം. അമോണിയ NH3 അല്ലേ? അമോണിയ എന്ന് പറയുന്നത് NH3 ആണ്. അപ്പോൾ നൈട്രജൻ എത്രയാണ്? ഒരു നൈട്രജൻ ആകുമ്പോൾ 14. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജനാണ് ഉള്ളത്. അപ്പോൾ 1 + 1 + 1. കണ്ടോ, 14 1 15 1 16 1 17. കണ്ടോ, എൻ്റെ മോളിക്കുലാർ മാസ് 17. കണ്ടോ, അപ്പോൾ ഹൈഡ്രജൻ എൻ്റെ കെമിക്കൽ ഫോമുല, എൻ്റെ മോളിക്കുലാർ മാസ്. അതുപോലെ തന്നെ ഓക്സിജൻ 32, നൈട്രജൻ ആകുമ്പോൾ 28, വാട്ടർ ആകുമ്പോൾ 18, അതുപോലെ അമോണിയ ആകുമ്പോൾ 17. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇത്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ കേസിൽ, അതുപോലെ തന്നെ അമോണിയയുടെ കേസിൽ ഈ രീതിയിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെ എഴുതുന്നത് മനസ്സിലായി. കുറച്ചുകൂടെ വലിയ കോമ്പൗണ്ട്സ്, പരീക്ഷയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ കോമ്പൗണ്ട്സ് ആയിരിക്കും തരാം. ഗ്ലൂക്കോസ് തരാം, സൾഫ്യൂരിക് ആസിഡ് തരാം, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് തരികയാണെന്ന് വെക്കുക. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്ന് വെക്കുക. ഗ്ലൂക്കോസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്ലൂക്കോസ് ആണ് C6H12O6 ആണ് ഗ്ലൂക്കോസ് ആണ് C6H12O6. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോമുലയാണ് C6H12O6. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ. എത്ര ഹൈഡ്രജൻ? 12 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ? 6 ഓക്സിജൻ. എത്ര ഓക്സിജൻ? 6 ഓക്സിജൻ. അപ്പോൾ 6 കാർബൺ ആറ്റം അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു കാർബണിൻ്റെ എത്രയാണ്? 12. ഒരു കാർബണിൻ്റെ എത്രയാണ്? നമ്മൾ പറഞ്ഞിരുന്നു കാർബണിൻ്റെ 12 ഗ്രാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കാർബണിൻ്റെ 12 ഗ്രാമാണ്. ഇതേപോലെ തന്നെ ഒരു കാർബണിൻ്റെ 12, ഒരു കാർബണിൻ്റെ എന്ന് പറയുന്നത് 12. അപ്പോൾ എത്ര കാർബണാറ്റം ഉണ്ട് അതിനകത്ത്? 12 കാർബണാറ്റം. 6 കാർബണാറ്റം ഉണ്ട്. 6 കാർബണാറ്റം ഉണ്ട്, ഒരു കാർബണിൻ്റെ 12. അപ്പോൾ 6ൻ്റെ എത്രയായിരിക്കും? 12 × 6. കണ്ടോ, അപ്പോൾ 6 കാർബണാറ്റം ഉണ്ട്. 6 കാർബണാറ്റത്തിൽ ഒരു കാർബണാറ്റത്തിൻ്റെ 12. അപ്പോൾ 6 കാണാൻ 12 × 6 അധികം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെ എത്രയാണ്? ഒരു ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പം 1 × 12 അധികം എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ ഉണ്ട്. 6 ഓക്സിജൻ. ഒരു ഓക്സിജൻ്റെ എത്രയാണ്?
16 അപ്പോൾ 16 ഇൻറ്റു 6 ഓക്സിജൻ 16 ഇൻറ്റു 6 16 ഇൻറ്റു 6 അപ്പോൾ എത്ര കിട്ടും? 12 ഇൻറ്റു 6 72 അധികം 1 ഇൻറ്റു 12 അധികം 96 അപ്പോൾ എത്ര കിട്ടും? 180 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ കാർബണിൻ്റെ എന്ത് കിട്ടുക? ഈ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 180 ഗ്രാമാണ്. എത്ര ഗ്രാമാണ്? 180 ഗ്രാമാണെന്ന് കിട്ടും. എത്ര ഗ്രാമാണെന്ന് കിട്ടും? ആ ഒരു ഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 180 ഗ്രാമാണെന്ന് കിട്ടും. മോളിക്കുലാർ മാസമാണ് 180. 180 നമുക്ക് മോളിക്കുലാർ മാസ് എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ ഇപ്പോൾ ഈ സംഭവം മനസ്സിലായോ? അതിനേക്കാളും കുറച്ചുകൂടെ ടഫെന്നല്ല, കുറച്ച് കാൽക്കുലേഷൻസ് കൂടെ വരുന്ന സാധനമാണ് അതിനകത്ത്. അതായത് കാർബൺ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ 12 12 ഇൻറ്റു 6 അധികം 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ 1 ഒരു ഹൈഡ്രജൻ്റെ 1 അപ്പോൾ 1 ഇൻറ്റു 12 അധികം ഒരു ഓക്സിജൻ 16 16 ഇൻറ്റു 6 അപ്പോൾ എത്ര കിട്ടും? മൊത്തത്തിൽ 180 എന്ന് കിട്ടും. 180 എന്ന് കിട്ടും. ഇനി H2SO4 വേറൊരു മോളിക്കുളാണ്. സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിൽ എങ്ങനെ വരും? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ 2 ഇൻറ്റു 1 ഹൈഡ്രജൻ്റെ 1. സൾഫറിൻ്റെ എത്രയാണ്? സൾഫർ 32 അപ്പോൾ ഒരു സൾഫർ അല്ലേ ഉള്ളൂ. 1 ഇൻറ്റു 32 അധികം എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. 4 ഇൻറ്റു 16 ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും? 98 ഗ്രാം എന്ന് കിട്ടും. 98 കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 98 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് കാൽക്കുലേഷൻ മനസ്സിലായോ? സൾഫ്യൂരിക് ആസിഡ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുസ്തകത്തിലുള്ളത് തന്നെയാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യത. ഇപ്പോൾ ഗ്ലൂക്കോസ് തന്നാൽ എഴുതാൻ പറ്റുമല്ലോ, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് തന്നാലും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്ലൂക്കോസും സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അതേപോലെ അമോണിയ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ഇതിൻ്റെ എല്ലാം മോളിക്കുലാർ മാസ് ഈ രീതിയിൽ നമുക്ക് ആ ഫോർമുല അറിയാമെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഈ ഹൈഡ്രജൻ്റെയും നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, സൾഫർ ഇതിൻ്റെയൊക്കെ അറ്റോമിക് മാസ് അതിൽ തന്നിരിക്കും. ഇതിൻ്റെ മാസ് തന്നിരിക്കും, ഓരോന്ന് ആറ്റംസിൻ്റെ മാസ് തന്നിരിക്കും. അതിൽ നിന്ന് നമുക്ക് അത് കൂട്ടി എഴുതിയാൽ മാത്രം മതി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന രീതി. നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന രീതി ക്ലിയർ ആണോ? ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? സംഭവം ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ. ഗ്രാം അറ്റോമിക് മാസ് പോലെ തന്നെ മോളിക്യൂളിനുള്ളതാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ്, ഗ്രാം അറ്റോമിക് മാസ് പോലെ തന്നെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് പറയുന്നത്. The amount of an element in gram is equal to ഗ്രാം അറ്റോമിക് മാസിന്. അപ്പോൾ ഗ്രാമിലുള്ള അറ്റോമിക് മാസിന് നമ്മൾ പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗ്രാമിലുള്ള മോളിക്കുലാർ മാസിന് നമ്മൾ എന്തെന്ന് പറയാം? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മറ്റേ തന്നെ GAM എന്ന് പറഞ്ഞില്ലേ, അത് ഗ്രാം അറ്റോമിക് മാസാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? മോളിക്യൂൾസിൻ്റെ കേസിലാകുമ്പോൾ GMM വരും. എന്ത് വരും? GMM വരും. അതായത് ഗ്രാം മോളിക്കുലാർ മാസ് വരും. GMM അഥവാ ഗ്രാം മോളിക്കുലാർ മാസ് വരും. MM അഥവാ GMM ഗ്രാം അപ്പോൾ ഗ്രാമിലുള്ള അറ്റോമിക് മാസ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാമിലുള്ള മോളിക്കുലാർ മാസ് ആണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയും. അപ്പോൾ ദ മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് സബ്സ്റ്റൻസ്. ദ ഗ്രാം ഇൻ മാസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഗ്രാം മോളിക്കുലാർ മാസും ദാറ്റ് നമ്മൾ അത് കോളം വരച്ച് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഗ്രാം മോളിക്കുലാർ മാസ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഗ്രാം മോളിക്കുലാർ മാസ് പറയുന്നത്. നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കാം. എലമെൻ്റ് ഓർ കോമ്പൗണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഇവിടെ ആറ്റം ആയിരുന്നു. ഇവിടെ വരുമ്പോൾ എന്താകുന്നു? എലമെൻ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആകുന്നു. എലമെൻ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് വരുന്നു. അതേപോലെ തന്നെ മോളിക്കുലാർ മാസ്, മാസ് ഇൻ ഗ്രാംസ്, GMM,
നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾ, GMM നമ്പർ ഓഫ് മോളിക്യൂൾ. ഹൈഡ്രജൻ എടുക്കുക, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 അല്ലേ, H2 അപ്പോൾ മോളിക്കുലാർ മാസ് എത്രയാണ്? H2ൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? H2 അല്ല, നമ്മൾ പറഞ്ഞു 1 1 2 1 ആകുമ്പോൾ എത്ര ആവും? 2. മോളിക്കുലാർ മാസ് 2. അപ്പം എന്താ മാസ് ഇൻ ഗ്രാംസ് എത്രയാവും? 2 ഗ്രാം ആവും, 2 ഗ്രാം ആവും അല്ലേ? ഈ 2 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23, 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ് ഉള്ളത്. കണ്ടോ? അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇവിടെ 1 ആയിരുന്നു, 1 വരുമ്പോഴാണ് 6.022 ഇൻറ്റു 10⁻23 വരുന്നത്. എന്നാൽ ഇവിടെ മോളിക്യൂളിൻ്റെ കേസ് വരുമ്പോൾ, മോളിക്കുലാർ മാസിൻ്റെ കേസ് വരുമ്പോൾ 2 ഗ്രാമായി അവിടെ 6. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എത്ര GMM ആണ്? 1 GMM ആണ്. കണ്ടോ? ആ വ്യത്യാസം മനസ്സിലായോ? 1 GMM ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര GMM ആണ്? 1 GMM ആണ്, 1 GMM ആണ്. ഇനി ഓക്സിജൻ എടുക്കുക, O2 16 അല്ലേ? O2 ആകുമ്പം 16 ഉണ്ട്, 16 എത്ര വരും? 32 വരും, 32 വരും. അത് ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 32 ഗ്രാമായിട്ട് മാറും. 32 എന്തായിട്ട് മാറും? ഗ്രാമായിട്ട് മാറും. അപ്പോൾ എത്ര GMM ആണ്? 1 GMM ആണ്, 1 GMM ആണ്. 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ മോളിക്യൂൾ, 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ മോളിക്യൂൾ. അതാണ് ഓക്സിജൻ്റെ കേസ് വരുമ്പം. അതേപോലെ നമുക്ക് നൈട്രജൻ എഴുതാം, വാട്ടർ എഴുതാം. നൈട്രജൻ വരുമ്പോൾ എത്ര വരും? നൈട്രജൻ N2 അല്ലേ? N2 14 എന്ന് പറയുമ്പം 20, നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരുന്നു 28 ഗ്രാം, 28 ഗ്രാമായിട്ട് മാറുന്നു. 1 GMM ആണ്. എത്ര വരുന്നു? 6.022 ഇൻറ്റു 10⁻23 എന്ത് വരും? നൈട്രജൻ മോളിക്യൂൾസ് ആയിട്ട് മാറും. കണ്ടോ? അതാണ് മോളിക്യൂളുകളുടെ എണ്ണം. അതേപോലെ വാട്ടർ എഴുതാം, അതേപോലെ തന്നെ അമോണിയ എഴുതാം. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൈഡ്രജൻ, ഇപ്പോൾ വാട്ടറിൻ്റെ കേസ് വരിക, വാട്ടർ H2O എന്ന് പറഞ്ഞാണ് വാട്ടർ വരുന്നത്. എത്ര വരും? 18 ഗ്രാമാണ്, 18 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ 1 GMM ആണ്, 1 GMM. അതായത് വാട്ടറിൽ ഒരു 18 ഗ്രാം വാട്ടറിൽ എത്രയുണ്ട്? എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.02 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അതെന്ന് പറയുന്നത് 1 GMM-ന് തുല്യമാണ്, 1 GMM-ന് തുല്യമാണ്. മനസ്സിലായോ? ഇതാണ് GMM. ഇതാണ് എന്തെന്ന് പറയുന്നത്? GMM. ഇപ്പോൾ GAM പറഞ്ഞു. അതേപോലെ അടുത്ത GMM-ൻ്റെ കേസ് വരുമ്പോൾ നമ്മളെപ്പോഴും അവിടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അറ്റോമിക് മാസ് തന്നിരിക്കും. അറ്റോമിക് മാസിൻ്റെ ബേസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ആ മോളിക്കുലാർ മാസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ 2 ഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വരും? 6.022 ഇൻറ്റു 10⁻23 വരും. അപ്പോൾ വാട്ട് ഈസ് എ മോളിക്കുലാർ മാസ്? ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32 ഗ്രാമാണ്. വാട്ട് ഈസ് എ മോളിക്കുലാർ മാസ്? ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32 ഗ്രാമാണ്. അതെന്ന് പറഞ്ഞാൽ എത്ര GMM ആണ്? 1 GMM ആണ്. അപ്പോൾ 32 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഉണ്ട്? 1 GMM ഉണ്ട്. എത്ര GMM ഉണ്ട്? 1 32 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഉണ്ട്? 1 GMM ഉണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 32 ഗ്രാം എന്ന് പറയുന്നത് 32 ഗ്രാം ഓക്സിജനാണ്. ഈ 32 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഉണ്ട്? 1 GMM ഉണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അതുപോലെ നൈട്രജൻ്റെ കേസ് വരിക. നൈട്രജനിൽ 28 ഗ്രാം നൈട്രജൻ എത്ര GMM ഉണ്ട്? 1 GMM ഉണ്ട്. 6.022 ഇൻറ്റു 10⁻23 നൈട്രജൻ മോളിക്യൂൾസ് അതിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് GMM എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കേസിലാണ്. GAM എന്ന് പറയുന്നത് ആറ്റംസിൻ്റെ കേസിലാണ്. ഇനി എന്താണ് GAM മനസ്സിലായി. ഇനി അതേപോലെ നമ്മൾ മാസിൽ നിന്ന് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസിലേക്ക് എത്തുന്ന രീതിയുണ്ട്. മാസിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റംസിലേക്ക് എത്തുന്ന രീതിയുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ട് വരിക. അതായത് GAM എന്താണ്, GMM എന്താണ്, ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ പാഠമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വരിക.
പുസ്തകം നന്നായിട്ട് വായിക്കുക. ഓക്കെ.